പ്രിയപ്പെട്ടവരെ, വയനാട്ടിലെ പുനരധിവാസ കേന്ദ്രങ്ങൾ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നുകൂടി നമ്മൾ ലൈവാത്തോണിൽ അന്വേഷിക്കുകയാണ്. അത് വേണമല്ലോ. പ്രേക്ഷകർ ഇതുവരെയുള്ള നമ്മളുടെ പുനരധിവാസം എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കണം. ഇനിയൊരു പുനരധിവാസത്തിൻ്റെ മാതൃക സർക്കാരിന് മുമ്പിൽ ഉണ്ടാകുമ്പോൾ മുമ്പിലുള്ള പാളിച്ചകൾ അതൊരു പാഠമായി തീരണം. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ആദിവാസി വിഭാഗങ്ങൾക്കായി നിർമ്മിച്ചു നൽകിയ മേപ്പാടി പഞ്ചായത്തും 3-ാം വാർഡ് നത്തംകുനിയിലെ 100-ലധികമുള്ള വീടുകളിൽ പുനരധിവാസം ഇപ്പോഴും പൂർണ്ണമായും നടപ്പിലായിട്ടില്ല. പൂർണ്ണമായും നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് ഇവിടുത്തെ ആളുകൾ എത്താത്തതിനാൽ മിക്ക വീടുകളും അടച്ചിട്ടിരിക്കുകയുമാണ്. നത്തുകുന്നിലെ പുനരധിവാസ കേന്ദ്രത്തിൽ നിന്ന് ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നു. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. പലപ്പോഴും ഈ പുനരധിവാസം എന്നുള്ളത് പൂർത്തിയാകാത്തൊരു എഫേർട്ടായിട്ട് നമ്മൾ പറയുന്നതിൽ ഒരെണ്ണം ഈ പ്രളയകാലത്തെയാണ്. അതിൽ പറയുന്ന ഈ സ്ഥലത്ത്, ആ സ്ഥലത്തിൻ്റെ പേര് നത്തംകുനി എന്നാണ്. ഈ നത്തംകുനിയിലെ 3-ാം വാർഡ്, അവിടെ എന്താണ് സംഭവിച്ചത്? എന്താണ് ആ വീടുകൾ തുറന്നു കൊടുക്കാത്തത്? ആളുകൾ എത്താത്തതാണോ? അതല്ല ആളുകൾ എത്താത്തത് കൊണ്ട് അതിങ്ങനെ പണി കഴിപ്പിച്ചിട്ട് ഇങ്ങനെ എത്ര കാലമായിട്ട് അതിങ്ങനെ കിടക്കുന്നു? എന്താണ് അവസ്ഥ? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് അവിടെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സമയത്താണ് പുനരധിവാസം എന്ന ഒരു കാര്യം വീണ്ടും പരിഗണനയിലെത്തിയത്. പക്ഷേ മേപ്പാടി പഞ്ചായത്തിലെ 3-ാം വാർഡായ 7-ാം ചിറയിലാണ് ഈ നത്തംകുനി പാറൂർക്കുന്ന് എന്ന പ്രദേശമുള്ളത്. ഇവിടെ മുൻപ് ആളുകൾക്ക് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ആദിവാസി വിഭാഗങ്ങൾക്കായി നിർമ്മിച്ചു നൽകിയ 139ഓളം വീടുകളുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ നിരയിൽ തന്നെ 10 വീടുകളുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഈ 30ഓളം ഏക്കറിൽ തന്നെയാണ് പല ഇടങ്ങളിലായി ഈ വലിയ ഒരു കുന്നിൻ മുകളിൽ നിരവധി വീടുകൾ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പണി പൂർത്തീകരിച്ചത്. അതായത് ഒരു കുടുംബത്തിന് 10 സെന്റ് ഭൂമി നൽകി ആ ഭൂമിയിൽ നല്ല എല്ലാവിധ സൗകര്യങ്ങളും കൂടിയുള്ള ഒരു വീടാണിത്. ഈ വീടുകളിൽ ഇപ്പോൾ ആകെ ഇവിടെയുള്ള ആളുകൾ എന്ന് പറയുന്നത് 30 കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ താമസമുള്ളത്. 139 വീടുകൾ പണി പൂർത്തീകരിച്ചു. ആ വീടുകളുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓരോ വീടുകളുടെ മുൻപിലും ഇത്തരത്തിൽ എല്ലാവിധ പണിയും പൂർത്തീകരിച്ച് നമുക്ക് ഈ വീടിന്റെ നെയിം ബോർഡ് കാണാം. അതുപോലെ തന്നെ ഈ വീടിനകത്തേക്കൊന്ന് കാണാം. അതായത് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഈ വീടിനുള്ളതെന്ന് കാണാം. ഈ സ്റ്റെപ്പ് കയറി ആദ്യം എത്തുന്ന ഒരു സിറ്റ് ഔട്ടിലേക്കാണ്. ടൈലൊക്കെ ഇട്ട് ഭംഗിയാക്കിയ ഒരു വീടിന്റെ അകം തന്നെയാണ് ഈ പ്രദേശം. ഇതിനകത്ത്, അതായത് ഇത് ഹാളാണ്, 2 ബെഡ്റൂം ഉണ്ട്. 2 ബെഡ്റൂം ഒപ്പം ഒരു അടുക്കള തുടങ്ങിയ സൗകര്യത്തോടു കൂടി ഉള്ള ഒരു വീടാണ്. ഈ വീട്ടിൽ ഇവിടെയുള്ള ഈ 139 വീടുകളിൽ ആകെ താമസമുള്ളത് 30 വീടുകളിൽ മാത്രമാണ്. ബാക്കിയുള്ള 100 വീടുകളിലും ഇപ്പോഴും ആളുകൾ എത്തിയിട്ടില്ല. അതായത് മേപ്പാടി ടൗണിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ മാത്രം അകലെയായാണ് ഈ നത്തംകുനി എന്ന് പറയുന്ന പ്രദേശം. ഇവിടെ ഈ ഭാഗത്തേക്ക് പ്രധാനമായും ഇവിടെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് വരാൻ ഒരു വഴിയില്ല എന്നതാണ്. വഴിയും അതുപോലെ തന്നെ വെള്ളവുമാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെ വലിയൊരു പ്രശ്നം. പക്ഷേ ബാക്കിയുള്ള വീടുകൾ, അതായത് ഈ 100 വീടുകളിലേക്കും പുനരധിവസിപ്പിക്കാനായി പ്രളയത്തിൽ തകർന്ന ആളുകളെ എത്തുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമായിരിക്കും. അവർക്ക് എളുപ്പത്തിൽ മേപ്പാടി ടൗണുമായി എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പ്രദേശമാണ്. ചേട്ടാ, എന്താണ് ഇവിടുത്തെ സ്ഥിതി? എന്താണ് ബാക്കിയുള്ള കുടുംബങ്ങളൊന്നും ഈ ഭാഗത്തേക്ക് വരാത്തത്? ഒന്ന്, വഴിയില്ല, വെള്ളമില്ല. ഈ 2 കാരണം കൊണ്ടാണ് അവരിങ്ങോട്ട് വരാത്തത്. വീടുകളിലൊക്കെ എല്ലാ സൗകര്യം ഉണ്ടോ? വീടുകളിലൊന്നും കുഴപ്പമില്ല. 2 ബെഡ്റൂം, ഹാള്, കിച്ചൺ, സിറ്റ് ഔട്ട്, ഇതെല്ലാം ഉണ്ട്. മുണ്ടക്കയിലുള്ള ആളുകൾക്കൊക്കെ ഇങ്ങോട്ടേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാമല്ലോ. പിന്നെ 6 കിലോമീറ്ററിലുള്ളൂ. ഇപ്പൊ കൽപ്പറ്റ പോയി റൂം വാടകയ്ക്ക് എടുക്കുന്നതിൽ എളുപ്പമായിട്ട് പിടിക്കെടുത്ത് ഇതിനകത്ത് കൊടുത്താൽ ഇവിടെ വന്ന് താമസിച്ചൂടെ? 6 കിലോമീറ്ററല്ലേ മേപ്പാടിയെന്നുള്ളൂ. പ്രദേശവാസി പറയുന്ന പോലെ മേപ്പാടിയിൽ നിന്ന് എളുപ്പത്തിൽ 6 കിലോമീറ്റർ മാത്രം അകലെയായാണ് ഈ നത്തംകുനി എന്ന് പറയുന്ന പ്രദേശം. കാരാപ്പുഴ ഡാമിന്റെ റിസർവോയർ മേഖലയോട് ചേർന്ന് കിടക്കുന്ന വലിയൊരു കുന്നിൻ മുകളിലാണ് ഈ വീടുകളുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീടുകളിലെല്ലാം തന്നെ ആളുകൾ എത്താത്തതിനെ തുടർന്ന് വലിയ കാടുകൾ മൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഏകദേശം 32 കിലോമീറ്ററോളം ദൂരത്തിൽ തന്നെ ഈ സെറ്റിൽമെന്റിനകത്ത് റോഡുകൾ വെട്ടിയിട്ടുണ്ട്. പക്ഷേ ആ റോഡുകളിലൊന്നും മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് എത്താൻ കഴിയില്ല. അതായത് ഈ റോഡിന്റെയും വെള്ളത്തിന്റെയും പ്രശ്നം പരിഹരിച്ചാൽ നിരവധി കുടുംബങ്ങൾക്ക്, ഏകദേശം 180 കുടുംബങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കാൻ കഴിയും. പക്ഷെ അത് ഇതുവരെ ഇപ്പൊ എത്ര കാലമായി ആ വീടുകൾ അവിടെ പൂർണ്ണമായും വെച്ചു കഴിഞ്ഞിട്ട്? 130 വീടുകൾ വെച്ചു കഴിഞ്ഞ് 100 വീടുകൾ ഇപ്പോഴും ആൾതാമസമില്ലാതെ തുടരുന്നു. എത്ര നാളുകളായിട്ടുണ്ടാവും?
ഏകദേശം 2 വർഷത്തോളമായി ഈ നത്തംകുനിയിൽ വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിരുന്നു. അതിനുശേഷം അതായത് ആദ്യം എത്തിയത് കാര്യമ്പാടി, കേണിച്ചിറ തുടങ്ങിയ വൈത്തിരി തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ആദിവാസി കുടുംബങ്ങളാണ് ഈ ഭാഗത്തേക്ക് എത്തി അവരിവിടെ താമസം തുടങ്ങി. പക്ഷേ അവരിപ്പോൾ ദിവസവും കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നത് ഈ ചെരുവിലുള്ള ഒരു കിണറാണ്. ആ കിണറിൽ നിന്ന് വെള്ളം അവർ ദിവസവും ചുമന്നുകൊണ്ടാണ് വീടുകളിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഈ ബാക്കിയുള്ള 109 വീടുകളിലും എല്ലാ പണിയും പൂർത്തീകരിച്ചു. പെയിന്റിംഗ് അടക്കം കഴിഞ്ഞ് താമസത്തിന് മാറാൻ അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് ഇവിടെ വീടുകളുള്ളത്. പക്ഷേ ഇന്നലെ ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റുമാരുമായും മന്ത്രിമാരുമായും വെള്ളവും വഴിയുമാണ് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത്. കാരണം മഴ പെയ്തു കഴിഞ്ഞാലാണ് ഈ പ്രദേശവാസികൾ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത്.